சில காரியங்களை சொல்லும்படியாக கிருபையினால் வாஞ்சிக்கிறேன். ചില കാര്യങ്ങൾ പറയേണ്ടതിന് കൃപയാൽ ഞാൻ ആഗ്രഹിക്കുന്നു. எல்லாம் கொஞ்சம் கவனமாக கேட்கும்படியாக വാഞ്ചിக்கிறேன். എല്ലാവരും അല്പം ശ്രദ്ധിച്ച് ഇത് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ஊழியர்களும் விசுவாசிகளும் கொஞ்சம் கவனமாக இதை கவனிக்கும்படியாக வாஞ்சிக்கிறேன். ശുശ്രൂഷകരും എല്ലാ ദൈവമക്കളും അതീവ ശ്രദ്ധയോടെ ഇത് കേൾക്കണമെന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു. இந்த வருடம் ஜூலை மாதம் 8ஆம் தேதி இரவு நடந்த ஒரு சம்பவத்தை சொல்ல வாஞ்சிக்கிறேன். ഈ വർഷം ജൂലൈ മാസം 8ആം തീയതി രാത്രിയിൽ നടന്ന ഒരു സംഭവത്തെ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ഒരു തിങ്കളക്കിഴமை, അതൊരു തിങ്കളാഴ്ചയായിരുന്നു. இரவு ഇവിടെ ഫൈത്തം ജപത്തില് 10 മണി ജപത്തിൽ ഞങ്ങളും സിസ്റ്റേഴ്സും ജപിച്ചുകൊണ്ടിരുന്നു. രാത്രി 10 മണി പ്രാർത്ഥനയിൽ ഞാനും സഹോദരിമാരും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 11:30 വരയ്ക്കും സിസ്റ്റേഴ്സ് കൂടെ ഉட்கார்ந்து ജപിத்தேன். 11:30 മണിവരെയും സഹോദരിമാരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. அப்பொழுது 11:30க்கு நான் பெரிய காட்ட சொன்னேன், நான் என்னுடைய ரூம்ல போய் நான் கொஞ்சம் பிலீவர்ஸோட சேர்ந்து ஜெபிக்க போறேன். 11:30 ഞാൻ അവിടുത്തെ മദർ അമ്മച്ചിയോട് പ്രകാരം പറഞ്ഞു, ഞാൻ എന്റെ റൂമിൽ കടന്നുപോയി അവിടെ ചില വിശ്വാസികളുമായി ചേർന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന്. വഴക്കமாக இரவு 10லேருந்து 12 വரைக்கும் தினமும் சிஸ்டர்ஸ் எல்லாம் சேர்ந்து ஜெபிப்பார்கள். സാധാരണയായി 10:30 മുതൽ 10லேருந்து 12 വரைക്കും 10 മുതൽ 12 വരെയും സഹോദരിമാരെല്ലാം ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. நான் 11:30க்கு ஜெபத்திலிருந்து எழுப்பி என்னுடைய நான் 2 விசுவாசிகளை வர வைத்தேன். വഴക്കமாக റൂമിൽ ഞങ്ങൾ 1 മണി വരെ ജപിപ്പോം. 11:30 മണിയായപ്പോൾ ഞാൻ ഞങ്ങളുടെ വിശ്വാസികളെ വിളിച്ച് ഞങ്ങൾ സാധാരണയായി 1 മണി വരെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അതിനുവേണ്ടി അവരുടെ കൂടെ പോയി. ഞാൻ என்னுடைய റൂമിലെ ചില വിശ്വാസികളെ வைத்து இரவு ജപിക്കുന്ന പഴക്കമുണ്ട്. റൂമിൽ ചില വിശ്വാസികളോട് ചേർന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട്. அப்பொழுது நடந்த ஒரு சம்பவத்தை சொல்ல வாஞ்சிக்கிறேன். അപ്പോൾ നടന്നതായ ഒരു സംഭവത്തെ പറ്റി പറയുവാൻ ആഗ്രഹിക്കുന്നു. நான் 11 வரைக்கும் சிஸ்டர்ஸ் கூட ஜெபிச்சிட்டு 11க்கு ஜெபத்தை முடிக்க வேண்டாம், நீங்க 12க்கு முடியும். நான் எழும்பி என்னுடைய ரூம்ல போய் വിശ്വാസികളോട് ജപിക്ക ആരംഭിച്ചേ. 11:30 വരെയും സഹോദരിമാരോട് കൂടെ പ്രാർത്ഥിച്ചിട്ട് അതിനുശേഷം നിങ്ങൾ പ്രാർത്ഥന നിർത്തേണ്ട, നിങ്ങൾ 12 മണി വരെ പ്രാർത്ഥിക്കണം. എന്നാൽ ഞാൻ എഴുന്നേറ്റ് വിശ്വാസികളുടെ കൂടെ പ്രാർത്ഥിക്കുവാനായി മുറിയിലേക്ക് ഞാനും 2 സഹോദരൻ ചേർന്ന് என்னுடைய റൂമിൽ ജപിക്ക ആരംഭിച്ചു. ഞാനും 2 സഹോദരന്മാരും ചേർന്ന് എന്റെ റൂമിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ முதலாவது பாயிண்ட் വിളിപ്പുള്ള ജീവിതത്തിനായി ജപിத்தோம். ഒന്നാമത് ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയം ഉണർവുള്ള ജാഗ്രതയുള്ള ഒരു ജീവിതം തരണമെന്നായിരുന്നു. മുഴു ഉലകത്തിൽ இருக்கிற എല്ലാ ഊഴിയர்களுக்கும் എല്ലാ വിശ്വാസികൾക്കും വിശ്വാസിയുടെ പിള്ളേകൾക്കും ഒരു വിളിപ്പുള്ള ജീവിതം, മുഴു ലോകത്തിലുള്ള എല്ലാ ശുശ്രൂഷകർക്കും എല്ലാ വിശ്വാസികൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ഒരു ഉണർവുള്ള ജാഗ്രതയുള്ള ഒരു ജീവിതം ദൈവം തരണം. വിജിലൻസ് സ്പിരിറ്റ്, വിളിപ്പുള്ള ആവി, ജാഗ്രതയുടെ ആത്മാവ്. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഞങ്ങൾ ഇവിടെ ജപിക്ക ആരംഭിച്ച പോത് ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ പൊതുവാக ஒவ்வொரு பாயிண்ட் ജപിച്ച് മുടിച്ച ഉടനെ പൊതുവായി ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും നെഡു മുളങ്കാല നിന്ന് ഒരുവർക്കൊരുവർ இப்படி കൈ കോത്ത് കൈയെ ഉയർത്തി സ്തോത്രം பண்ணுவது വഴക്കം. ഞങ്ങൾ ഇങ്ങനെ നെടുമുഴങ്കാലിൽ നിന്നുകൊണ്ട് ഓരോരുത്തർ കൈ കോർത്ത് പിടിച്ച് കൈ ഉയർത്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ഒരു ശീലമാകുന്നു. ഞങ്ങൾ റൗണ്ടാ നിന്ന് ഓരോരുത്തർക്കൊരുത്തർ കൈ കോത്ത് സ്തോത്രം பண்ணிக்கொள்ளும். ഞങ്ങൾ ഇങ്ങനെ വട്ടം ചുറ്റിയിരുന്ന് ഓരോരുത്തർ കൈ ചേർത്ത് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്യുമായിരുന്നു. அப்படி നെടുമുഴങ്കാൽ നിന്ന് இப்படி ஸ்தோத்திரம் பண்ணி கை ഓരോരുത്തർക്കൊരുത്തർ കൈ കോത്ത് സ്തോത്രം பண்ணிக்கொண்டிருக்கும்போது അങ്ങനെ മുഴങ്കാലിൽ നിന്നുകൊണ്ട് ഓരോരുത്തർ കൈ കോർത്ത് പിടിച്ച് ഉയർത്തി സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യത്തെ ജപിത്ത് മുടിച്ച പിറகு സ്തോത്രം பண்ண ആരംഭിച്ചோம். ഒരു വിഷയത്തെ പ്രാർത്ഥിച്ചതിനു ശേഷം സ്തോത്രം ചെയ്യുവാൻ തുടങ്ങി. സ്തോത്രം பண்ணிக்கொண்டிருக்கும்போது സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ இரவு சரியாக 12:35 മണി, രാത്രിയിൽ അപ്പോൾ 12:35 ആയിരുന്നു. സ്തോത്രം பண்ணிக்கொண்டிருந்த സന്ദർഭത്തിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് വലത് കൈയെ പിടിച്ചുകൊണ്ടു அப்படியே പൊത്തിന് കീഴെ വിழுந்தார். എന്റെ വലത് കൈ പിടിച്ചുകൊണ്ടിരുന്ന സഹോദരൻ അന്നേരം താഴെ വീണു. വിழுந்து ടോട്ടലി ഡെഡ് ബോഡി. അപ്പോഴേ താഴെ വീണ് ഒരു ശവശരീരം പോലെയായി. അവരുടെ ശരീരം ഐസ് പോലെ ആയിടുച്ച്. തന്റെ ശരീരം ഐസ് പോലെ തണുത്തുറയുവാനിടയായി. പൾസ് ഇല്ല, തനിക്ക് നാഡിമിടിപ്പില്ല. വായു പൊളന്നു, വായു പ്രകാരം തുറന്നിരിക്കുക കിടക്കുകയായിരുന്നു. കണ്ണെല്ലാം ഇരുമ്പ് പോലെ ഇരുന്നത്, കണ്ണെല്ലാം മൂടിയിരുന്നു. അവിടെ മുഴു ശരീരം ഐസായിடுச்சு. തന്റെ മുഴു ശരീരവും തണുത്ത അവസ്ഥയിലായിരുന്നു. വയറ് മാത്രം ലേശ പിടിച്ചു. വയറ് മാത്രം അല്പം ഒരു ജീവനുള്ളതുപോലെ ഇങ്ങനെ അല്പം ഉണ്ടായിരുന്നു. ഞാൻ മൂക്കിലെ കൈ വെച്ച് പാത്തേ. ഞാൻ മൂക്കിൽ എന്റെ വിരൽ വെച്ച് നോക്കി. ശ്വാസമില്ല. ശ്വാസമില്ല.
പൾസ് பார்த்தேன். നാടിമിടിപ്പ് നോക്കി. പൾസ് ഇല്ല. പൾസ് ഇല്ല. ടോട്ടലി ഡെഡ്. പൂർണ്ണമായി മരിച്ച അവസ്ഥയിൽ. ആണാ എനിക്ക് എന്ത് ഭയമും വരല. എന്നാൽ എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഭയമൊന്നും തോന്നിയില്ല. ഇവര് ട്രാൻസ്ഫർ தான் പോയിരിക്കാന്ന് എനിക്ക് தெரியும். ഇത് ആത്മവിശുദ്ധിയിൽ പോയതാണെന്ന് എനിക്കറിയാം. ആനാലും ഒരു അരമണി നേരം കഴിച്ച പേർ കൊഞ്ചം എനിക്ക് ഭയം വന്നിച്ച്. എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അല്പം എനിക്ക് ഭയമുണ്ടായി. എന്നാ മുഴു ശരീരം ആയുസായിച്ച് തിരുമ്പി അവർ വരലെന്ന എന്നാ ചെയ്യരുത്. അവർക്ക് 2 പിള്ളകൾ വേറെ. ഈ ശരീരം പൂർണ്ണമായി തണുത്തുറഞ്ഞ അവസ്ഥയിൽ ഇനിയിപ്പോൾ തിരിച്ച് ആത്മവിശുദ്ധ കഴിഞ്ഞ് തിരിച്ച് എന്റെ പ്രാണൻ ശരീരത്തിൽ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ. കർത്തருக்கு സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 12:35 1 இரவு 1:40 വരെ കംപ്ലീറ്റ്ലി ഡെഡ് കിടന്നു. അങ്ങനെ 12:35 മുതൽ രാത്രി 1:40 വരെ പൂർണ്ണമായ താൻ ഒരു ശവശരീരം പോലെ കിടന്നു. എന്ത് പേച്ചും ഇല്ല, യാതൊരു സംസാരവുമില്ല. കില്ലിനാലോ അടിച്ചാലോ എതുവുമേ ഇല്ല. തന്നെ ഏൽപ്പിച്ചാലും തന്നെ അടിച്ചാലും യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. 1:40 2:10 വരയ്ക്കും ശരീരം ഡെഡാ കിടന്നിച്ച് വായു മാത്രം പേശി. എന്നാൽ 1:40 മുതൽ 2:10 വരെ ശരീരം മരിച്ചവസ്ഥയിൽ പോലെ കിടന്നു. എങ്കിലും തന്റെ വായ് തുറന്ന് സംസാരിക്കുവാൻ തുടങ്ങി. കണ്ണെല്ലാം മൂടിതാ ഇരുന്നത്. കണ്ണെല്ലാം അടച്ചു തന്നെയാണ്. ഭൂമിക്ക് എന്ത് സെൻസും ഇല്ല. ഈ ഭൂമിക്ക് ഉള്ള യാതൊരു വിധമായ വികാരങ്ങളും ചലനങ്ങളും തന്നിലില്ല. കർത്തருக்கு സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 1:40 2:10 വരയ്ക്കും ശരീരം ഡെഡ് ബോഡിയാ കിടന്നത്. ആണോ വായു മാത്രം പേശിനത്. 1:40 മുതൽ 2:10 വരെയും തന്റെ ശരീരം ഒരു ശവം പോലെ കിടന്നു. എന്നാൽ വായു തുറന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. കൊഞ്ചം കണ്ണ തുറന്ന് എന്നെ പാരുങ്ക. ചിലർ കണ്ണ മൂടി ധ്യാനമായിട്ടാതിങ്ങ. എല്ലാവരും കണ്ണ് തുറന്ന് എന്നെ നോക്കുക. ചിലർ കണ്ണ് അടച്ച് ധ്യാനം കൊണ്ടിരിക്കുന്ന പോലെയുണ്ട്. ഒരു മുഖ്യமான കാര്യം சொல்ல போறேன். ഇതിന് പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുവാൻ പോകുന്നു. എൻ സ്വന്തം കണ്ണാല ഞാൻ പാത്ത കാര്യം, എൻ കാതാല ഞാൻ കേട്ട കാര്യം. ഇതെന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കണ്ടതും എന്റെ സ്വന്തം കാതുകൊണ്ട് ഞാൻ ശ്രവിച്ചതുമായ വിഷയമാകുന്നു. എങ്കിയോ നടന്ന സംഭവമല്ല. ഇതെവിടെയോ നടന്ന ഒരു കാര്യമല്ല. കർത്തருக்கு സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവർ പരലോകத்துக்கு പോകുகிறார். താൻ സ്വർഗത്തിലേക്ക് പോകുന്നു. മറുപടിയും നരകத்துக்கு வருகிறார். പിന്നെയും നരകത്തിലേക്ക് പോയി. നരകத்துக்கு உள்ளே ஆண்டவர் அவரை அழைத்து செல்லுகிறார். നരകത്തിലേക്ക് കർത്താവ് ഈ സഹോദരനെയും കൂട്ടി പോകുന്നു. ഞാൻ இப்போது ஊழியம் செய்யற சபைக்கு முந்தின சபையில ஊழியம் செஞ்ச விசுவாசியா இருந்த மார்ச் மாசத்துல, இந்த மார்ச்சில் தான் மரிச்சு அடக்கம் பண்ணப்பட்டார். 35 வயசு தான். ஹார்ட் அட்டாக்ல மரிச்சார். முதலாவது அவர் தான் நரகத்துல போய் பார்க்கிறாரு. ഞാൻ ആ സഭയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പേ ഇരുന്ന സഭയിൽ ഒരു യൗവനക്കാരൻ 35 വയസ്സുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഹാർട്ട് അറ്റാക്കിലാകുന്നു പെട്ടെന്ന് താൻ മരിച്ചത്. ആദ്യം നരകത്തിൽ ഈ സഹോദരൻ പോയി കണ്ടത് ആ വ്യക്തിയെ ആയിരുന്നു. അവർ നരകത്തിലിരുന്ന് എന്നെ சொல்லுகிறார். താൻ നരകത്തിൽ നിന്ന് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ രക്ഷിപ്പെ ഞാൻ കാത്തുകൊള്ളാമ വിട്ടിട്ടേൻ. എന്റെ രക്ഷയെ ഞാൻ സൂക്ഷിക്കാതെ പോയല്ലോ. അവർ ஞானஸ்நானம் എടുത്ത സഹോദരൻ, താൻ ജലസ്നാനം സ്വീകരിച്ച സഹോദരനാണ്. എന്നാൽ അവർ சொல்லுகிறார், ഞാൻ എൻ രക്ഷിപ്പെ ഞാൻ കാത്തുകൊള്ളാമ വിട്ടിട്ടേൻ. എന്നാലും താൻ അവിടെ നരകത്തിൽ കിടന്നുകൊണ്ട് പറയുന്നു, എന്റെ രക്ഷയെ എനിക്ക് സൂക്ഷിക്കുവാൻ പറ്റിയില്ലല്ലോ. എൻ രക്ഷിപ്പെ ഞാൻ കാത്തുകൊള്ളാമ വിട്ടിട്ട് വായിലെയും മൂക്കിലെയും പുഴു പോകുന്നതാം. എന്റെ രക്ഷയെ എനിക്ക് സൂക്ഷിക്കുവാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ വായിലും മൂക്കിലൂടെയും പുഴു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഊഴിയം செஞ்ச அந்த சபையில 3 വിശ്വാസികൾ നരകത്തിൽ അവർ കണ്ടാർ. ഞാൻ നേരത്തെ ശുശ്രൂഷ ചെയ്ത സഭയിലെ 3 വിശ്വാസികളെ ആ നരകത്തിൽ ഈ സഹോദരൻ കണ്ടു. 3 പേരും ஞானஸ்நானம் എടുത്തവர்கள். 3 പേരും ജലസ്നാനം സ്വീകരിച്ചവർ. ஆனால் கடமைக்காக ஞானஸ்நானம் எடுத்து ஒரு രക്ഷിப்பை காத்துக்கொள்ளாமல் கடமைக்காக கூட்டத்துக்கு வந்து போனவர்கள். എന്നാൽ അവർ ജലസ്നാനം സ്വീകരിച്ചുവെങ്കിലും കടമയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കടന്നു വന്ന് അതുകൊണ്ട് രക്ഷ പൂർത്തി പ്രാപിക്കുവാനും അവർക്ക് സാധിച്ചില്ല. അവർ அந்த 1:40 2:10 വരെ பேசும்போது இதெல்லாம் அவர் சொல்லுகிறார். 1:40 മുതൽ 2:10 വരെയും സംസാരിക്കുമ്പോൾ ഈ വിഷയങ്ങളായിരുന്നു ആ സഹോദരൻ ഞങ്ങളോട് പങ്കുവെച്ചത്. എങ്ക അവർ പോയിട്ട് இருக்கிறார் என்பது எல்லாம் அவர் பேசுறது சொல்றது எல்லாவற்றையும் அவர் சொல்லுகிறார். താൻ എവിടെയെല്ലാം പോയി എന്തെല്ലാം കേട്ടു കണ്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം താൻ വിവരമായി പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ ഞാൻ ഇதை பற்றி ആഴமாக சொல்ல விரும்பவில்லை. ഇതിനെപ്പറ്റി ആഴമായി വിവരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. മറുപടിയും അവർ പരലോകத்துக்கு പോകുகிறார். എന്നാൽ അതിനുശേഷം താൻ സ്വർഗത്തിലേക്ക് പോകുന്നു. அந்த பரலோகத்தின் வாசலிலே ஆண்டவர் அவரிடத்தில் சொன்ன 6 കാര്യങ്ങളെ ഇപ്പോൾ சொல்ல போறேன். ആ സ്വർഗത്തിന്റെ വാതിലിൽ വെച്ച് ദൈവം തന്നോട് സംസാരിച്ച പറഞ്ഞ 6 കാര്യങ്ങളെ പറ്റിയാകുന്നു ഞാൻ ഇപ്പോൾ ചുരുക്കമായി പറയുന്നത്. കർത്തരുடைய பரிசுத்த நாமம் மகிமைப்படுவதாக. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. அவர் பரலோகத்தின் வாசலில் உள்ள கொண்டு போல ஆண்டவர் வாசல்லே நின்னு பேசி அனுப்பி விடுறார்.
താൻ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് പോകാനായി പോയെങ്കിലും വാതിലിൽ നിന്ന് ദൈവം സംസാരിച്ച് തന്നെ പറഞ്ഞു വിടുകയായിരുന്നു. அதுல சொன்ன 6 காரியங்களை சொல்லுகிறேன். പറഞ്ഞ 6 കാര്യങ്ങൾ പറയട്ടെ. முதலாவது ஆண்டவர் சொன்னது என்ன தெரியுமா? ഒന്നാമത് കർത്താവ് പറഞ്ഞത് എന്തെന്നറിയാമോ? இது ஒரு சொப்பனமல்ல, ഇതൊരു സ്വപ്നമല്ല, இது ஒரு தரிசனமல்ல, ഇതൊരു ദർശനമല്ല, நாங்கள் ஜெபித்துக் கொண்டிருக்கும் போது நடந்த ஒரு சம்பவம். ഇത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നടന്നതായ ഒരു സംഭവമാകുന്നു. என்னுடைய ரூம்ல நடந்த ஒரு சம்பவம். ഇത് എന്റെ മുറിയിൽ വെച്ച് തന്നെ നടന്ന വിഷയമാകുന്നു. கர்த்தருக்கு ஸ்தோத்திரம். കർത്താവിന് நான் സ്തോത്രം. இதை பல இடங்களில் சொல்லிக் கொண்டு வருகிறேன். ഞാൻ പല സ്ഥലങ്ങളിലും ഇത് പറഞ്ഞുകൊണ്ട് വരികയാണ്. பல கன்வென்ஷனில் சொல்லிக் கொண்டு வருகிறேன். കൺവെൻഷനിൽ തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നു. கர்த்தருக்கு ஸ்தோத்திரம். ദൈവത്തിന് സ്തോത്രം. 6 காரியங்கள் ஆண்டவர் சொல்லுகிறார். 6 കാര്യങ്ങളെ ദൈവം ഈ സഹോദരനോട് പറഞ്ഞു. முதலாவது என்ன சொன்னார் தெரியுமா? ഒന്നാമത് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? என் சபையின் மேல் நான் துக்கமாயிருக்கிறேன், என் சபையின் மேல் நான் கோபமாயிருக்கிறேன். എന്റെ സഭയോട് ഞാൻ ദുഃഖമുള്ളവനായി കോപമുള്ളവനായിരിക്കുന്നു. முதலாவது சொன்ன காரியம் அதுதான். ഒന്നാമത് പറഞ്ഞ കാര്യം അതാണ്. രണ്ടാമതായി ഗുണപ്പെടാത്തവர்களா இருக்கிறார்கள். അവർ ശരിയാകാത്ത അല്ലെങ്കിൽ ശരിയായ വിധത്തിൽ ഗുണപ്പെടാത്തവர்கள் சரி கிடையாது, குணப்படாதவர்கள். ശരിയായ വിധത്തിൽ മനസ്സാന്തരത്തിന്റെ അവസ്ഥയിൽ വരാൻ ஆண்டவர் சொல்றார், பேதுருவே நீ குணப்பட்ட பிறகு உன் சகோதரனை ஸ்திரப்படுத்து. കർത്താവ് പത്രോസിനോട് നീ ഇപ്രകാരം പറയുന്നു, നീ മടങ്ങി വന്ന ശേഷം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കുക എന്ന് പറയുന്നു. തമിഴില് ഗുണപ്പെട്ട പിറகு, തമിഴിൽ ഗുണപ്പെട്ട എന്നുള്ള വാക്ക് പറഞ്ഞു. രണ്ടാമത് ആണ്ടവർ சொல்ற സഭയെ பார்த்து குணப்படாதவர்களா இருக்கிறார்கள். രണ്ടാമത് സഭയെ നോക്കി കർത്താവ് പറയുന്നത് ഇവർ ഇതുവരെയും പൂർണ്ണമായി മടങ്ങി വരാതെ ഗുണപ്പെടാതിരിക്കുന്നു. கர்த்தருடைய பரிசுத்த நாமத்துக்கு மகிமை உண்டாவதாக. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. மூன்றாவது ஆண்டவர் சொன்ன காரியம், മൂന്നാമത് കർത്താവ് പറഞ്ഞ കാര്യം, பரிசுத்தத்துக்கு விரோதமாக ஒரு கூட்டம் ஜீவிக்கிறார்கள். വിശുദ്ധിക്ക് വിരോധമായി ഒരു കൂട്ടം ജനങ്ങൾ ജീവിക്കുന്നു. சபையை பத்தான் சொல்றார், ஒரு கூட்டம் சபைதான் பரிசுத்தத்துக்கு விரோதமாக ஒரு கூட்டம் ஜீவிக்கிறார்கள். ലോകത്തെ പറ്റിയല്ല, സഭയെ പറ്റിയാണ് പറയുന്നത്. വിശുദ്ധിക്ക് വിരോധമായി ഒരു കൂട്ടം ജീവിക്കുന്നു. கர்த்தருக்கு ஸ்தோத்திரம். ദൈവത്തിന് സ്തോത്രം. അടുത്തതായി ஒரு கூட்டம் எங்கே போகிறோம் என்றே தெரியாமல் லக்கு இல்லாமல் ஓடிக்கொண்டிருக்கிறார்கள். മറ്റൊരു കൂട്ടം എവിടേക്ക് പോകുന്നു എന്ന് പോലും അറിയാതെ യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. கர்த்தருக்கு ஸ்தோத்திரம். ദൈവത്തിന് സ്തോത്രം. അടുത്തതായി ஒரு சிறிய கூட்டம் தான் என்னுடைய மனவாட்டியாக உருவாகி கொண்டிருக்கிறார்கள். ചെറിയൊരു കൂട്ടം മാത്രമാണ് എന്റെ മണവാട്ടിയായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 5 சொல்லி இருக்கிறேன். 5 കാര്യങ്ങൾ പറഞ്ഞു. நான் ரெண்டாவது ஒரு காரியத்தை விட்டுட்டு, ரெண்டாவது சொன்ன காரியம், என் நாமத்தை சொல்லுகிறார்கள், எனக்கு விரோதமாய் ஜீவிக்கிறார்கள். എന്നാൽ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞതുപോലെ എന്റെ നാമത്തെ പറയുന്നു, നാമത്തെ ഏറ്റെടുക്കുന്നു, പക്ഷെ എനിക്ക് വിരോധമായിട്ടാണ് ജീവിക്കുന്നത്. என் நாமத்தை சொல்லுகிறார்கள், எனக்கு விரோதமாக ஜீவிக்கிறார்கள். എന്റെ നാമത്തെയാകുന്നു അവർ കൈക്കൊണ്ട് ഏറ്റു പറയുന്നത്, പക്ഷേ എനിക്ക് വിരോധമായി ജീവിക്കുന്നു. சொல்றதெல்லாம் அவருடைய நாமம், പറയുന്നതെല്ലാം തന്റെ നാമമാകുന്നു, ஆனால் எனக்கு விரோதமாக ஜீவிக்கிறார்கள். എന്നാൽ എനിക്ക് വിരോധമായി അവർ ജീവിക്കുന്നു. நான் இதை 1 2 3 கரெக்டா ஆர்டர் படி மறுபடியும் நான் சொல்றேன். വീണ്ടും 1 2 3 6 വരെയും പറയുന്നു. முதலாவது ஆண்டவர் சொன்ன காரியம், ഒന്നാമത് കർത്താവ് പറഞ്ഞത്, என் சபையின் மேல் நான் துக்கமாய் இருக்கிறேன், என் சபையின் மேல் நான் கோபமாக இருக்கிறேன். എന്റെ സഭയെ പറ്റി ഞാൻ ദുഃഖിച്ച് കോപത്തോടെ ആയിരിക്കുന്നു. இரண்டாவதாக, 2, என் நாமத்தை சொல்லுகிறார்கள், எனக்கு விரோதமாக ஜீவிக்கிறார்கள். എന്റെ നാമത്തെ അവർ ഏറ്റു പറയുന്നു, പക്ഷേ എനിക്ക് വിരോധമായി ജീവിക്കുന്നു. மூன்றாவதாக, 3, குணப்படாதவர்களா இருக்கிறார்கள், അവർ മടങ്ങി വരുവാൻ കഴിയാതെ ഗുണപ്പെടാത്തവരായിരിക്കുന്നു. നാലാമതായി, ഒരു കൂട്ടം പരിശുദ്ധத்துக்கு விரோதமாக ஜீவிக்கிறார்கள். ഒരു കൂട്ടർ വിശുദ്ധിക്ക് വിരോധമായി സഭയിൽ ജീവിക്കുന്നു. கர்த்தருடைய பரிசுத்த நாமத்துக்கு மகிமை உண்டாவதாக. ദൈവത്തിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. சிறு கூட்டம் தான் என்னுடைய மனவாட்டியாய் உருவாக்கப்படுகிறார்கள். ഒരു ചെറിയ കൂട്ടം എന്റെ മണവാട്ടിയായും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. இந்த 6 காரியத்தை சொன்னார். ഈ 6 കാര്യങ്ങളെ പറഞ്ഞു. கரெக்டா 2:10 இந்த சரீரத்துல மறுபடியும் அவர் வந்தார். വീണ്ടും 2:10 തന്റെ ശരീരത്തിലേക്ക് ജീവൻ വന്നു. இரவு 2:10, അടുത്ത രാത്രി 2:10. நான் கரெக்டா டைம் பார்த்தேன். ഞാൻ കറക്റ്റ് ആയിട്ട് സമയം നോക്കി. அந்த சரீரத்துக்குள்ள அவர் வந்தார். തന്റെ ശരീരത്തിലേക്ക് താൻ മടങ്ങി വന്നു. அவருடைய ஆத்மா அந்த சரீரத்துக்குள்ள மறுபடியும் வந்தது. തന്റെ ആത്മാവ് ശരീരത്തിനുള്ളിലേക്ക് വീണ്ടും വന്നു ചേർന്നു. எழும்பி உட்கார்ந்தார். എഴുന്നേറ്റിരുന്നു. நிறைய காரியங்கள் அவர் கண்டது பார்த்தது, ஆண்டவர் சொன்னதெல்லாம் அவர் சொன்னார்.
താൻ കണ്ടതും കേട്ടതും കർത്താവ് തന്നോട് പറഞ്ഞതുമായ അനേക കാര്യങ്ങളെ ഞങ്ങളോട് പങ്കുവെച്ചു. நான் எல்லாவற்றையும் எழுதி வாங்கினேன். ഞാൻ എല്ലാം എഴുതി വാങ്ങിച്ചു. என்னெல்லாம் கண்டீங்க என்னெல்லாம் எல்லாத்தையும் எழுதி வாங்கினேன். എന്തെല്ലാം കണ്ടു കേട്ടു എന്നുള്ളതെല്ലാം ഞാൻ എഴുതി വാങ്ങിച്ചു. அன்றைக்கு இரவெல்லாம் என்னால தூங்க முடியல. അന്ന് രാത്രിയിൽ എനിക്ക് ഉറങ്ങുവാൻ സാധിച്ചില്ല. 4 மணிக்கு நான் பிரைசிங்க்கு போனேன். 4 മണിക്ക് ഞാൻ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് പോയി. என் இதயத்துல பெரிய துக்கம் இருந்தது. എന്റെ ഹൃദയത്തിൽ വലിയ വ്യാകുലമായിരുന്നു. ஆண்டவரே எங்களுடைய நிலவரம் என்ன? കർത്താവേ, ഞങ്ങളുടെ അവസ്ഥ എന്താണ്? அப்பொழுது ஆண்டவர் எனக்கு ஒரு வசனத்தை கொடுத்தார். കർത്താവ് എനിക്കൊരു വചനത്തെ തന്നു. இந்த பூமியிலே பட்சபாதம் இல்லாமல் நியாயம் தீர்க்கிறவரை நீங்கள் பிதாவாக தொழுது கொண்டு வருகிறபடியினால் இந்த பூமியிலே பரதேசிகளாய் சஞ்சரிக்கும் அளவும் பயத்தோடு நடந்து கொள் என்கிற வசனத்தை വിടിയൽകാല ആണ്ടവർ എനിക്ക് തന്നാർ. ഈ ഭൂമിയിൽ പക്ഷപാതം കൂടാതെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നറിഞ്ഞ് അന്യരും പരദേശികളുമായി ഈ ലോകത്തിൽ ജീവിക്കണം എന്നുള്ള ആ വചനത്തെ, ഭൂമിയിലെ പരദേശിയായി സഞ്ചരിക്കുന്ന നാളളവും ഭയത്തോടെ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ എന്നുള്ള ആ വചനത്തെ ദൈവം എന്നോട് അരുളി ചെയ്തു. 1 പേതുരു 1 അധികാരം 17 വചനത്തെ വിടിയകാലം ആണ്ടവർ എന്നോട് പേശിനാർ. 1 പത്രോസ് 1:17 അന്ന് പ്രഭാതത്തിൽ ദൈവം എന്നോട് സംസാരിച്ചു. പക്ഷപാതം ഇല്ലാமல் நியாயம் தீர்க்கிறவரை நீங்கள் பிதாவாக தொழுது கொண்டு வருகிறபடினால் பூமியிலே பரதேசிகளாய் சஞ்சரிக்கும் நாளளவும் பயத்தோடு நடந்துகொள் என்று சொல்லி அந்த டிரான்ஸ்போன் அந்த இரவு விடிയകാല ആണ്ടവർ എന്നോട് പേശിനാർ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ എന്നുള്ള ഈ വചനം ശക്തമായി കർത്താവ് ആ പ്രഭാതത്തിൽ ആത്മവശ്യതയ്ക്ക് ശേഷം എന്നോട് സംസാരിച്ചു. அந்த வசனம் வாசிங்க. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. കർത്തരുடைய பரிசுத்த நாமம் மகிமைப்படுவதாக. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ரொம்ப துக்கத்தோடு ஒரு பயத்தோடு இருக்கும்போது இந்த வசனத்தை தான் ஆண்டவர் கொடுத்தார். ഞാൻ വളരെ ദുഃഖത്തോടെ ഭയത്തോടെ ആയിരിക്കുമ്പോൾ ഈ വാക്യത്തെ ആകുന്നു ദൈവം എന്നോട് പറഞ്ഞത്. ആണ്ടവരേ, ஒவ்வொருவருடைய நிலவரம் என்ன? കർത്താവെ, ഓരോരുത്തരുടെ അവസ്ഥയും നിലവാരവും എന്താണ്? ആണ്ടവർ சொன்ன വാർത്ത என்ன? കർത്താവ് പറഞ്ഞ വാക്കെന്താണ്? ഭയത്തോടെ നടന്നുകൊള്ളുങ്ങൾ. ഭയത്തോടെ നിങ്ങൾ ജീവിച്ചുകൊള്ളുക. ഭൂമിയിലെ പരദേശികളായി സഞ്ചരിക്കുന്ന നാളളവും പക്ഷപാതം ഇല്ലാமல் പിതാവായി തൊഴുതു കൊണ്ടുവരുന്ന ഭയത്തോട് ഞാൻ നടന്നുകൊള്ളുമാ. ഭൂമിയിൽ നിങ്ങളുടെ പ്രവാസകാലത്തിൽ മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ഒരുവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭയത്തോടെ ജീവിപ്പീൻ. നമ്മെല്ലാവരുടെയും മുടിവ് കർത്തർ മഹിമയായി മാറ്റി തരുവാറാക. നമ്മുടെ എല്ലാവരുടെയും അന്ത്യം അവസാനം കർത്താവ് മഹത്വമായി തേജസ്സായി മാറ്റട്ടെ. இந்த ശരീരത്തെ വിട്ട് പിരിகிற கடைசி நிமிஷம், ഈ ശരീരത്തെ വിട്ട് നാം പിരിയുന്ന അവസാന നിമിഷം. ഒരു മനുഷ്യൻ இப்படியாக சொன்னார். ഒരു വ്യക്തി ഇപ്രകാരം പറഞ്ഞു, മനുഷ്യനുடைய മരണം என்பது ഒരു സാവി. മനുഷ്യന്റെ മരണം എന്നത് ഒരു താക്കോലാകുന്നു. தன்னுடைய மரணத்தின் மூலமாய் மனிதன் தன்னுடைய நித்தியத்தை திறக்கிறான். തന്റെ മരണം കൊണ്ട് മനുഷ്യൻ തന്റെ നിത്യതയെ തുറക്കുന്നു. ஒன்று அவன் நரகத்தை திறக்க வேண்டும் அல்லது பரலோகத்தை அவன் திறக்க வேண்டும். ഒന്നുകിൽ അവൻ സ്വർഗത്തെ തുറക്കണം, അല്ലെങ്കിൽ അവൻ നരകത്തെ തുറക്കണം. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. இந்த பூமியிலே நாம் எப்படி வாழ்கிறோமோ இந்த வாழ்ந்த வாழ்க்கையின் அடிப்படையில் தான் நம்முடைய நித்தியம் அமைந்திருக்கும். ഈ ഭൂമിയിൽ നാം എപ്രകാരം ജീവിക്കുന്നുവോ ആ ജീവിതത്തിനനുസരിച്ചാകുന്നു നമ്മുടെ നിത്യത ക്രമീകരിക്കപ്പെടുന്നത്. ഒരു നിമിഷം കൂടെ നാം ഒരു കാര്യത്തിന് സ്തോത്രം பண்ண போகிறோம். ആകയാൽ ഒരു നിമിഷം കൂടി നാം ഒരു വിഷയത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുവാൻ எல்லாருடைய முடிவு, முழு உலகத்தில் இருக்கிற ஊழியர்கள், விசுவாசிகள், வாலிப பிள்ளைகள் எல்லாருடைய முடிவு മഹിമயாக இருக்க வேண்டும். മുഴു ലോകത്തിലുള്ള എല്ലാ ശുശ്രൂഷകരുടെയും വിശ്വാസികളുടെയും യൗവനക്കാരുടെയും അവസാനം അത് മഹത്വമായി തേജസ്സായി തീരണം. ഒരു നിമിഷം കണ്ണുകളെ മൂടുவோமா? ഒരു പ്രാവശ്യം കൂടി നമ്മുടെ കണ്ണുകൾ അടച്ചാട്ടെ. ஏதோ கன்வென்ஷன் நடந்துச்சு, முடிஞ்ச உடனே ஒரு சோறு கொடுத்தாங்க, சாம்பார் கொடுத்தாங்க, சாப்பிட்டாங்க, மறுபடியும் போய் தூங்கணும். இதே வாழ்க்கையில ഒരു മാറുതൽ ഉണ്ടാകട്டும். ഏതോ ഒരു കൺവെൻഷൻ നടന്നു, തീർന്നു, അതിനുശേഷം ചോറും സാമ്പാറും കഴിച്ചു, വീണ്ടും പോയി കിടന്നുറങ്ങി. ഇങ്ങനെ ഒരു സാധാരണ പോലെ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല. പ്രസംഗം நல்லா இருந்தது, நல்லா இல்ல, അതല്ല, മറുരൂപം ഉണ്ടാക வேண்டும். പ്രസംഗം നല്ലതായിരുന്നു അല്ലെങ്കിൽ കൊള്ളത്തിലായിരുന്നു, എന്നാൽ ഇതല്ല വിഷയം, രൂപാന്തരം ഉണ്ടാകണം. എല്ലാവരുടെയും முடிவு മഹിമയാ இருக்கணும். എല്ലാവരുടെയും അവസാനം മഹത്വമായി തീരണം. இந்த ശരീരത്തെ പിരിகிற നിമിഷം, ഈ ശരീരത്തെ വിട്ട് നാം പിരിയുന്ന നേരം தேவனுடைய ராஜ்யம் என்னை உங்களை வரவேற்க வேண்டும். ദൈവരാജ്യം എന്നെയും നിങ്ങളെയും സ്വീകരിക്കണം. அவருடைய மகிமை நம்மை வரவேற்க வேண்டும். അവന്റെ മഹത്വം നമ്മെ എതിരേൽക്കണം. திருத்துவ தேவன் நம்மை வரவேற்க வேண்டும்.
ത്രിയേക ദൈവം നമ്മെ എതിരേൽക്കണം. முழு பரலோகத்தின் தூதர்களும் நம்மை பரலோகத்தில் வரவேற்க வேண்டும். മുഴു സ്വർഗീയ ദൂതന്മാരും ചേർന്ന് നമ്മെ അവിടേക്ക് എതിരേച്ച് കൊണ്ടുപോകണം. எத்தனை பேர் வாஞ்சிக்கிறீர்கள்? ഇത് എത്ര പേർ ആഗ്രഹിക്കുന്നു? அவங்க மாத்திரம் உங்களுடைய கண்களை மூடி கரங்களை உயர்த்தி இடி முழக்கம் போல ஸ்தோத்திரம் பண்ணுங்கள். അവർ മാത്രം കണ്ണുകളെ അടച്ച് കരങ്ങളെ ഉയർത്തി ഇടിമുഴക്കത്തോടെ ശക്തിയായി സ്തോത്രം ചെയ്താട്ടെ. ஸ்தோத்திரம் பண்ணிக்கொண்டு இருக்கும்போது നിങ്ങൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ கர்த்தர் தம்முடைய கிருபையை அனுப்புவார். കർത്താവ് തന്റെ കൃപയെ നമ്മുടെ മേൽ கர்த்தர் പകരും. தம்முடைய மகிமையை அனுப்புவார். കർത്താവ് തന്റെ തേജസ്സിനെ നമ്മുടെ கர்த்தர் മധ്യത്തിൽ தம்முடைய അയക്കും. வல்லமையை കർത്താവ് அனுப்புவார். തന്റെ ആത്മാവിനെ അയക്കും. சத்துருக்களை சிதறடிப்பார். ശത്രുക്കളെ ചിതറിക്കും. ஸ்தோத்திரம் பண்ணிக்கொண்டே இருங்கள். സ്തോത്രം ചെയ്തുകൊണ്ടേയിരിക്കുക. நீங்க அமைதியாக இருந்தால், നാം മൗനമായിരുന്നാൽ, நீங்க ஊமை போல இருந்தால், നാം ഊമകളെ പോലിരുന്നാൽ, உன்னுடைய நித்தியம் எங்கே? നിന്റെ നിത്യത എവിടെ? உன்னுடைய நித்தியம் எங்கே? നിന്റെ നിത്യത എവിടെ? உன்னுடைய நித்தியம் எங்கே? എന്റെ നിത്യത എവിടെ? இப்பொழுது கர்த்தரை நோக்கி கதறுங்கள். ഇപ്പോൾ തന്നെ കർത്താവിനെ നോക്കി இப்பொழுது വിളിച്ചാട്ടെ. கர்த்தரை நோக்கி கூப்பிடுங்கள். ഇപ്പോൾ തന്നെ കർത്താവിനെ നോക്കി കരഞ്ഞു നിലവിളിക്കുക. கரங்களை உயர்த்தி மனத்தாழ்மையோடு ஸ்தோத்திரம் பண்ணுங்கள். കരങ്ങളെ ഉയർത്തി മനസ്താപത്തോടെ താഴ്മയോടെ സ്തോത്രം ചെയ്താട്ടെ. ஸ்தோத்திரம் 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 ஸ்தோத்திரம். என்ன தெய்வமே, என்ன தெய்வமே, என்ன தெய்வமே. ஸ்தோத்திரம் ஸ்தோத்திரம் ஸ்தோத்திரம். இது போதாது. ഈ ശബ്ദം പോരാ. உங்களுடைய முழு பலனையும் திரட்டுங்கள். പൂർണ്ണ ശക്തി നൽകുക. பிரியமானவர்களே, പ്രിയമുള്ളവരെ, உங்களை யாரையும் பலவந்தம் பண்ண விரும்பல. നിങ്ങളെ ആരെയും നിർബന്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ஆனால் இங்க இருக்கிற யாரும் நரகத்துக்கு போக விரும்பல. എന്നാൽ ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന ആരും നരകത്തിൽ പോയി അവസാനിപ്പാൻ ഞാൻ நீங்க ആഗ്രഹിക്കുന്നു. பைபிளை எடுத்துட்டு வரலாம், எல்லாம் செய்யலாம். ஆனா நித்தியத்தில் நீ எங்கே போக போகிறாய்? നിങ്ങൾ വേദപുസ്തകങ്ങൾ കൊണ്ടുവരാം, എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്യാം. പക്ഷെ നിത്യതയിൽ എവിടെ പോകും? இப்ப நீங்க ஸ்தோத்திரம் பண்ணும் போது ഇപ്പോൾ സ്തോത്രം ചെയ്യുമ്പോൾ நிச்சயமாகவே கர்த்தர் அதை ஏற்றுக்கொள்வார். കർത്താവ് നിശ്ചയമായും അത് ഏറ്റെടുക്കും. வெறும் ஸ்தோத்திரமாக அல்ல, വെറും സ്തോത്രമായി അല്ല, இருதயத்தின் அடியாளத்திலிருந்து கதறி கதறி ஸ்தோத்திரம் பண்ணுங்கள். ഹൃദയത്തിന്റെ ഏറ്റവും ആഴത്തിൽ നിന്ന് കരഞ്ഞ നിലവിളിയോടെ വിലാപത്തോടെ സ്തോത്രം ചെയ്താട്ടെ. கரங்களை உயர்த்தி ஸ்தோத்திரம் பண்ணுங்கள். കരങ്ങൾ ഉയർത്തി വീണ്ടും സ്തോത്രം ചെയ്യാം. ஸ்தோத்திரம் ஸ்தோத்திரம் ஸ்தோத்திரம். இயேசுவே